8:45 വന്ന മോനെ 12 മണി വരെ വെളിയിൽ നിർത്തിയേക്കുമായിരുന്നു. എന്നെ സ്കൂളിൽ കയറ്റത്തില്ലെന്ന് പറഞ്ഞു, ക്ലാസ്സിൽ കയറ്റത്തില്ലെന്ന് പറഞ്ഞു. മോനെ എത്ര മണിക്കൂർ വെളിയിൽ നിർത്തി? എന്നെ 3 മണിക്കൂറോളം വെളിയിൽ നിർത്തി. ഇവിടെ മലയാളം സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയമുണ്ടോ? ഇവിടെ മലയാളം സംസാരിച്ച 25 രൂപ ഫൈൻ വായിക്കും. 25 രൂപ ഫൈൻ. പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. അടൂർ ഹോളിഞ്ചേഴ്സ് സ്കൂളിൽ പ്രവേശന ഉത്സവവുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായ ഒരു കുട്ടിയുടെ ദുരനുഭവത്തെ പറ്റിയാണ് വാർത്ത 24 എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ മുന്നിൽ അവതരിപ്പിക്കുന്നത്. എന്താണ് ആ കുട്ടിക്കുണ്ടായ ദുരനുഭവം എന്ന് ആ കുട്ടിയോട് തന്നെ ചോദിച്ചത്. മോനെ പേരെന്താ? യാദവ് കൃഷ്ണൻ. എന്തോ പ്രശ്നം? രാവിലെ സ്കൂളിൽ ചെന്നപ്പം അവര് പറഞ്ഞു എൻ്റെ മുടി ശരിയായിട്ടല്ല വെട്ടിയിരിക്കുന്നതാണ്. പക്ഷെ എൻ്റെ മുടി വെട്ടിയിട്ടില്ലായിരുന്നു. ഞാനത് ഇന്നലെ പോയി ഇവർ പറയുന്നത് കേട്ട് തന്നെ ഞാൻ വെട്ടി. അത് കഴിഞ്ഞ് ഞാൻ ഇന്ന് രാവിലെ സ്കൂളിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ശരിയായിട്ടല്ല വെട്ടിയെ, അവിടോട്ട് നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ സാറ് വന്ന് നമ്പർ ചോദിച്ചു അപ്പാടെ. അപ്പം ഞാൻ കൊടുത്തു. ആ നമ്പറിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് വരാൻ, സ്കൂളിൽ വരാം. അപ്പം വന്നില്ലെങ്കിൽ എന്നെ സ്കൂളിൽ കയറ്റത്തില്ലെന്ന് പറഞ്ഞു, ക്ലാസ്സിൽ കയറ്റത്തില്ലെന്ന് പറഞ്ഞു. മോനെ എത്ര മണിക്കൂർ വെളിയിൽ നിർത്തി? എന്നെ 3 മണിക്കൂറോളം വെളിയിൽ നിർത്തി. വെളിയിൽ നിർത്തിയിട്ട് മോൻ എന്തെങ്കിലും റിക്വസ്റ്റ് ചെയ്തോ അധ്യാപകനോട്? എന്നെ കയറ്റണോ, പ്രവേശിക്കണോ? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു, അപ്പ വന്ന് സംസാരിച്ചിട്ട് പോയതാ, പിന്നെ കയറ്റാൻ പറഞ്ഞു. അപ്പം അവിടെ നിൽക്കി, ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് കയറാമെന്ന് പ്രിൻസിപ്പാൾ പറഞ്ഞു. ഇത്തരത്തിൽ വേറെ കുട്ടികളോട് ആരെങ്കിലും ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടോ? എൻ്റെ കൂടെ കുറേ കുട്ടികളുണ്ടായിരുന്നു, അവരോടെല്ലാവരും ഇതുപോലെ തന്നെയാണ്. അവരുടെ രക്ഷകർത്താക്കളെ വിളിച്ചു? അവരുടെ രക്ഷകർത്താക്കളെ വിളിച്ചില്ല. മോൻ്റെ അച്ഛനും അമ്മയും വന്നുള്ളൂ? എന്നിട്ട് അച്ഛനും അമ്മയും സംസാരിച്ചോ? സംസാരിച്ചു. അപ്പം എന്നിട്ട് എന്തോ പറയുന്നത്? അന്നേരം പറഞ്ഞിട്ട് ഇച്ചിരി കഴിയുമ്പോൾ വിടാമെന്ന് പറഞ്ഞു. ഫാദറിനോട് സംസാരിച്ചപ്പോൾ വിടാമെന്ന് പറഞ്ഞു. പിന്നെ ഫാദറിന് ഞങ്ങളോട് സംസാരിച്ച് ഒരു 12 മണി കഴിയുമ്പോഴാണ്. ഞാൻ 8:30 സ്കൂളിൽ വന്നേ. അപ്പം തൊട്ട് അവിടെ നിൽക്കുമായിരുന്നു. ഈ ഫാദറാണോ സ്കൂളിലെ മാനേജർ? അല്ല, മാനേജർ വേറെ, ഫാദർ പ്രിൻസിപ്പളാണോ ഇത് പറഞ്ഞേ? അല്ലാതെ സ്കൂൾ അധ്യാപകരൊന്നും പറഞ്ഞില്ല? 2 സാറുമാർ ആദ്യമേ എന്നെ പിടിച്ചു വെറുതെ, അങ്ങനെ അവിടെ കൊണ്ട് നിർത്തിയതാ. അപ്പോൾ ഇത്തരത്തിൽ മുടി വെട്ടുന്നതിന് അവരെതിരാണ്? പക്ഷെ ഇതുപോലെ മുടി വെട്ടിയ കുറെ ആൾക്കാർ ഈ സ്കൂളിൽ തന്നെ ഉണ്ട്, അവരൊന്നും പിടിച്ചിട്ടില്ല. മോനോട് ഇതില് നീളമുള്ള മുടി ചിലവർ വെട്ടിട്ടുണ്ട്. എന്നിട്ട് മോനോട് മാത്രം എന്താ ഇങ്ങനെ ചെയ്തേ? അല്ല, എന്നോട് മാത്രമല്ല, കുറെ കുട്ടികളുണ്ട്. മോന് സ്വാഭാവികമായിട്ട് എന്തോ ഇത് പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു മാനസികാവസ്ഥ എന്തോ? വിഷമം. സ്കൂൾ പ്രവേശന വർഷം നഷ്ടപ്പെട്ടു, അതിൻ്റെ വിഷമമുണ്ട്. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛൻ എന്തെങ്കിലും പറഞ്ഞോ ഇതുമായി ബന്ധപ്പെട്ട് മുടി വെട്ടുന്ന കാര്യത്തിൽ പറഞ്ഞപ്പോൾ? അച്ഛൻ സ്കൂളിൽ വന്ന ടീച്ചറിനോട് പറഞ്ഞു, അല്ല സാറിനോട് പറഞ്ഞു മുടി ഇന്നലെ വെട്ടിയതാണ്. അങ്ങനെ ലാസ്റ്റ് ഒരു 12 മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ വിട്ടത്. 12 മണി 8:45 വന്ന മോനെ 12 മണി വരെ വെളിയിൽ നിർത്തിയേക്കുമായിരുന്നു. പപ്പായും മമ്മിയും വന്നതിന് ശേഷമാണ് അകത്തോട്ട് കയറ്റിയത്? അല്ല, അവർ വന്ന് പറഞ്ഞിട്ട് പോയി. അവർ വിളിച്ചപ്പോൾ തന്നെ വന്നു. എന്നിട്ട് പോയിട്ട് കുറേ നേരം ഞങ്ങളെ വിളിയിരുത്തിയിരുന്നു. അത് കഴിഞ്ഞിട്ടും പപ്പ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതി ആർക്കെങ്കിലും കൊടുത്തു മോൻ അറിയോ? ചൈൽഡ് ഹെൽപ്പ് ലൈന് പരാതി കൊടുത്തു. ചൈൽഡ് വെൽഫെയർ പരാതി കൊടുത്തിട്ടുണ്ട്. പപ്പ എവിടെ ജോലി ചെയ്യുന്നത്? അഡ്വക്കേറ്റ് ക്ലർക്കാ. ഓക്കെ. അപ്പം അദ്വൈത് അല്ലേ? യാദവ്. അപ്പോൾ യാദവ് എന്ന കുട്ടിക്ക് ഇന്നൊരു പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് വളരെ സന്തോഷത്തോടെ ഈ സ്കൂളിൽ പ്രവേശിച്ച് കാര്യങ്ങളൊക്കെ നടത്തി പോകേണ്ട ഒരു കുട്ടിയാണ്. അവൻ രാവിലെ 8:45 വന്ന് 12 മണിയോളം 3 മണിക്കൂറോളം അദ്ദേഹത്തിന്, ആ കുട്ടിക്ക് യാദവിന് വെളിയിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. അതോടൊപ്പം തന്നെ അവൻ്റെ മാതാപിതാക്കൾ വന്ന് കാര്യങ്ങൾ സംസാരിച്ചാണ് അവൻ്റെ മുടി വളർത്തിയത് അവൻ മാന്യമായി വെട്ടിയിട്ടുണ്ട്. ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് സ്കൂളിനൊരു ഡിസിപ്ലിൻ ഉണ്ട്, അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ഒരു പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് ഒരു കുട്ടിയോട് കാണിക്കുന്നത്, ഒരു മാനേജ്മെൻറ്റോ സ്കൂളോ കാണിക്കുന്നത് വളരെ മോശകരമായ ഒരു പ്രവൃത്തി തന്നെയാണ്. അവന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇന്ന് പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് അവനെ ക്ലാസ്സിനകത്ത് കയറ്റി, നാളെ മോനെ നീ ഇങ്ങനെയൊക്കെ ഈ സ്കൂളിൻ്റെ ഡിസിപ്ലിൻ ഇതാണ്, ഇങ്ങനെയൊക്കെ മുടി വെട്ടണമെന്നൊക്കെ പറഞ്ഞ് നാളെ അവനെ ഈ സ്കൂളിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പക്ഷേ ഒരു സ്കൂൾ പ്രവേശനോത്സവത്തിൽ തന്നെ കുട്ടികളോട് വളരെ മോശകരമായ രീതിയിൽ പെരുമാറുന്ന ഒരു രീതി ഒട്ടും ശരിയായ ഒരു പ്രവണതയല്ല. ആ കുട്ടി 9 ക്ലാസ്സിൽ പഠിക്കുന്ന 14 വയസ്സ് മാത്രമേ ഉള്ളൂ. 3 മണിക്കൂർ അവന് വെളിയിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥയെന്ന് നമ്മൾ ചിന്തിക്കാൻ മനസ്സിലാവും. ഒരു കൊച്ചുകുട്ടിയാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം ഈ സ്കൂളിൽ മാനേജ്മെൻറ്റുണ്ട്, പ്രത്യേകിച്ച് പ്രിൻസിപ്പളിനുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ഇടപെടണം. സ്ഥലം MLA ശ്രീ ചിറ്റയം കുമാർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇത്തരം മേഖലയിൽ നടക്കുന്നുണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ അതിന് നടപടി ഉണ്ടാകാനുള്ള സമീപനം ഉണ്ടാകണം. കുട്ടിയുടെ അച്ഛൻ ഇപ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് അല്ലെങ്കിൽ ബോർഡിന് ഇപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തും. അതുപോലെ മനുഷ്യാവകാശ കമ്മീഷൻ ശക്തമായ രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് വരണം.
ബാലാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് വരണമെന്നാണ് വാർത്താ 24 എന്ന് പറയാനുള്ളത്. ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഇനി ഒരു കുട്ടിക്ക് ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ കേരളത്തിൽ അന്ന് ഞാൻ ചില കാര്യങ്ങൾ കൂടി അന്വേഷിച്ചപ്പോൾ ഈ സ്കൂളിൽ മറ്റ് ചില പ്രവണതകൾ കൂടി നടക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മോനെ, ഇവിടെ മലയാളം സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയമുണ്ടോ? ഇവിടെ മലയാളം സംസാരിച്ച 25 രൂപ ഫൈൻ വായിക്കും. 25 രൂപ ഫൈൻ. അപ്പം കേരളത്തിൻ്റെ മാതൃഭാഷയായ മലയാളം സംസാരിക്കുന്നതിൽ പോലും ഇവിടെ വളരെ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ തീർച്ചയായും വിദ്യാഭ്യാസ വകുപ്പ് കൃത്യമായി പരിശോധിക്കണം. കാരണം ഇത് സ്റ്റേറ്റ് സിലബസിൻ്റെ സ്കൂളല്ലേ, ഇത് കേരള സ്റ്റേറ്റ് സിലബസിൻ്റെ ഒരു സ്കൂളാണ്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ എല്ലാ സ്കൂളുകളിലും നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഈ വാർത്ത വെളിയിൽ വരുമ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ വിഷയങ്ങൾ അടിയന്തരമായി വിദ്യാഭ്യാസ വകുപ്പും ദേശീയ ബാലാവകാശ കമ്മീഷനും അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷനും ശക്തമായ രീതിയിൽ ഇടപെട്ടുകൊണ്ട് ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ ഭാവിയിൽ ഉണ്ടാകുമെന്ന് പ്രത്യാശയിൽ അടുന്നും ക്യാമറമാൻ സാധിക്കുന്നപ്പം അജിത് പട്ടാഴി, വാർത്ത 24.